ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സീരീസ് നമ്മൾ എത്ര നാൾ കണ്ടിന്യൂ ചെയ്തു എന്ന് പോകുന്നു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഇല്ല. കാരണം എൻ്റെ മനസ്സിലേക്ക് ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് എനിക്കതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു കാര്യമായിട്ട് നിങ്ങളിലേക്ക് വരും. അപ്പോൾ കഴിഞ്ഞ എല്ലാ വീഡിയോകളിലും നിങ്ങൾ തന്ന ഹൃദയമഴിഞ്ഞ അക്സെപ്റ്റൻസിന് അല്ലെങ്കിൽ നമ്മളെ സ്വീകരിച്ചതിന്, നമ്മളെ മനസ്സിലാക്കിയതിന്, നമ്മളെ കേട്ടതിനൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇവനെ കൊണ്ട് മടുത്ത് ഏത് വീഡിയോ നോക്കിയാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് മനസ്സിലാക്കി നോക്കിയേ, നമ്മളിങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് തരേണ്ടത് സബ്സ്ക്രിപ്ഷനിൽ കൂടെയല്ലേ? കാരണം നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കൂടുമ്പോഴാണ് നമുക്കും ഒരു ഊർജ്ജം ഉണ്ടാവുക അല്ലേ? നമ്മൾ കൂടുതൽ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ, ഡെയിലി എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു സബ്സ്ക്രൈബറൊക്കെ നമുക്ക് കൂടുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരാൾ കമൻറ്റ് ചെയ്യുമ്പോൾ, നമുക്ക് അഭിപ്രായം പറയുമ്പോഴൊക്കെ നമുക്ക് എത്രമാത്രം സന്തോഷമാണെന്നറിയോ? കാരണം നിങ്ങൾ തരുന്ന വിലയേറിയ അഭിപ്രായങ്ങളും ക്രിറ്റിസൈസിങ്ങും ഒക്കെയാണ് നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. എന്നിട്ട് ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഞാൻ എപ്പോഴും മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്നതാണ്, പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ അങ്ങനെയാണെങ്കിൽ എന്നേ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോയേനെ. ശരിയാണ്, മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷനൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ജീവിച്ചേനെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചേനെ. പക്ഷേ പല ആൾക്കാർക്കും സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം മാനിഫെസ്റ്റേഷൻ വർക്കാകാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാകാത്തതുകൊണ്ടോ അല്ല. പക്ഷേ എന്താണ്, നമ്മളതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതെങ്ങനെയാണെന്ന് ചെയ്യേണ്ടതെന്ന് പഠിക്കാത്തത് കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു വെക്കും. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എവിടെ നോക്കിയാലും മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ കൂടെ എത്ര പേർക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ട് ഇതിനെക്കുറിച്ച് എങ്ങനെ ചെയ്യണം എന്നുള്ളത്? ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടു, ഒരു മാനിഫെസ്റ്റേഷനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളെക്കുറിച്ച് ഒരാൾ നെഗറ്റീവായിട്ടൊരു വീഡിയോ ഇട്ടിരിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ഓക്കെ നമുക്ക് മനസ്സിലാകും, പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, മാനിഫെസ്റ്റേഷനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത്. കാരണം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഈ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹങ്ങൾ നേടണമെങ്കിൽ അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അത് സാധ്യമാകുന്ന ഏറ്റവും വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രോസസ്സാണ് മാനിഫെസ്റ്റേഷൻ, സ്വപ്ന സാക്ഷാത്കാരം. അത് ചെയ്യേണ്ട ചില രീതികളുണ്ട്. ആ രീതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ജീവിതത്തിൽ വിജയങ്ങൾ നേടാൻ സാധിക്കും. അതിന് വലിയ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 12-13 വർഷമായിട്ട് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു. ഗൾഫിൽ വന്നു, കുറേ ജോലി ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നോക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ദൈവാനുഗ്രഹത്താൽ. പക്ഷേ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നോ, ഒരു ആഗ്രഹങ്ങൾ സാധിച്ചിട്ടില്ല. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഞാനും ആഗ്രഹങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാർ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എവിടെയും അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇന്നല്ലെങ്കിൽ നാളെ ആകട്ടെ, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കാകട്ടെ, ഇങ്ങനെ നീക്കി എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അതൊക്കെ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സാധനം ചെയ്യാനായിട്ട് കൃത്യമായിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പല ആൾക്കാരും ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പം എന്താ ചെയ്യുന്നറിയോ? ആദ്യം തന്നെ അവരൊരു വീട് പണിയാൻ പോകുമ്പം ആദ്യം മേൽക്കൂര കെട്ടാൻ പോവാണ്. അതായത് അടിത്തറ ശരിയാക്കുന്നതിന് പകരം ആദ്യം പോയിട്ട് മേൽക്കൂര കെട്ടിയിട്ട് അടിത്തറ കെട്ടാൻ പോവാണ്. പക്ഷെ നമുക്ക് അങ്ങനെയാണോ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ ബേസ്മെൻറ്റ് ഉറയ്ക്കണം. അതായത് നമ്മളൊരു ആഗ്രഹം സാധ്യമാക്കാനായിട്ട് നമ്മൾ ആദ്യം വേണ്ടത് ലക്ഷ്യബോധമാണ്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും രണ്ടാണ്. പല ആൾക്കാരോടും നമ്മൾ ക്ലാസ്സിലൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? സാറേ, അതെനിക്ക് വീട് വെക്കണം, കാർ മേടിക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ നല്ല രീതിയിൽ സ്നേഹിക്കണം, ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കണം, ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഗോൾസ്? അതൊക്കെ തന്നെയാണ് സാറേ ആഗ്രഹങ്ങൾ, അതൊക്കെ തന്നെയാണ് ഗോൾസ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ആഗ്രഹങ്ങളും ഗോൾസും തമ്മിൽ വ്യത്യാസമില്ലേ? വിഷനും മിഷനും പോലെ തന്നെയാണ് ഈ ഡ്രീംസും ഗോൾസും. അതായത് ആഗ്രഹങ്ങൾ തന്നെ, പക്ഷേ ആഗ്രഹങ്ങൾ, ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണെങ്കിൽ അതിന് കൃത്യമായ ഒരു റൂട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എവിടെ താമസിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എറണാകുളത്തേക്ക് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വരണം. അവിടെ വരണമെങ്കിൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം പാലക്കാടാകാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ദുബായിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. എല്ലാവരും എത്തുന്നത് കൊച്ചിയിലേക്കാണെങ്കിലും പല വഴികളാണ് സെലക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പം ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. അതായത് നമുക്ക് കൃത്യമായ ഒരു മാർഗ്ഗരേഖ, നമ്മൾ ദുബായിൽ നിന്ന് പോകണോ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മാർഗം പോകണോ, റോഡ് മാർഗം പോകണോ എന്നൊക്കെ കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കി, എന്ന് ഞാൻ അവിടെ എത്തണം, എന്തിനെത്തണം, ആരെ കാണണം എന്നുള്ളത് പോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിയാണ് ഗോൾ സെറ്റിങ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ആ കാര്യങ്ങളെല്ലാം അങ്ങ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ വേണ്ടത് ചെറിയ ചുവടുവെപ്പുകളാണ്.
നമ്മൾ കുഞ്ഞുനാളിലെ ജനിച്ച് വീഴുമ്പോഴത്തേക്ക് നമ്മൾ ഡയറക്റ്റ് എണീറ്റ് നടക്കുകയാണോ ചെയ്യുന്നത്? നമ്മുടെ അമ്മയോ അല്ലെ അച്ഛനോ ഒക്കെ പിച്ച വെപ്പിക്കും അല്ലേ? പിച്ച വെച്ച് ചിലപ്പോൾ വീഴും, എണീക്കും. അവിടുന്ന് നമ്മൾ വീണ്ടും നടക്കും. നമ്മുടെ കോൺഫിഡൻസ് കൂടി എന്ത് ചെയ്യും? നമ്മൾ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ആരുടെ ഹെൽപ്പ് ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നടക്കാനായിട്ട് പഠിക്കും. ഇതേപോലെ തന്നെയാണ് ഗോൾ സെറ്റിങ്സും. ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെങ്കിൽ ആദ്യത്തെ ചെറിയ ചുവടുകൾ പിച്ച വെക്കുകയാണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്കൊരു 5 സെന്റ് സ്ഥലത്തിൽ ഒരു വീട് വെക്കണമെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹത്തിന് ഒരു വീട് വെക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ലക്ഷ്യമാണ്. കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവണം. എവിടെ വീട് വെക്കണം, എങ്ങനത്തെ വീട് വെക്കണം, എത്ര സ്ക്വയർ ഫീറ്റ് ആയിരിക്കണം, എൻ്റെ ബഡ്ജറ്റ് എന്താണ്, എങ്ങനെയുള്ള വീട് വെക്കണം, കണ്ടംപററി സ്റ്റൈൽ വേണോ, ട്രഡീഷണൽ മോഡൽ വേണോ എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊരു ആദ്യം ലക്ഷ്യമുണ്ടാക്കുക, ക്ലാരിറ്റി ഉണ്ടാക്കുക. അതായത് നമ്മളൊരു പലചരക്കടയിൽ പോയിട്ട് സാധനം മേടിക്കുക, എന്നാൽ ചേട്ടൻ 2 കിലോ അരി എന്ന് പറയുമ്പം ആ ചേട്ടൻ തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കല്ലേ എന്ത് അരിയാണ് വേണ്ടതെന്ന്. അതേസമയം പറയാണ് ചേട്ടാ പവിഴം ബ്രാൻഡിൻ്റെ 2 കിലോ കുത്തരി എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ക്ലാരിറ്റിയാണ്. ആ ക്ലാരിറ്റിയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അപ്പോൾ ക്ലാരിറ്റിയോടുകൂടി ലക്ഷ്യബോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അതിന് ചെറിയ ചുവടുകൾ എടുക്കാം. 5 സെന്റ് സ്ഥലത്തിന് 1 കോടി രൂപയുടെ ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുക. അതിന് ആദ്യം വേണ്ട 2.5 കോടി രൂപയുടെ വീട് വെക്കുകയല്ല, ആദ്യം ആ സ്ഥലം വാങ്ങിക്കേണ്ട എവിടെയാണ് ഡിസൈഡ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാക്കണം. ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കണം. പോയിട്ട് മാനേജറെ കണ്ടിട്ട് സാലറി സ്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ എനിക്കൊരു ലോൺ അപ്ലൈ ചെയ്യാൻ നോക്കണം. അതിനുശേഷം ഏജന്റിനെ കോൺടാക്ട് ചെയ്യണം, സ്ഥലങ്ങൾ പോയി കാണണം, അതിനുശേഷം സ്ഥലം ഫിക്സ് ചെയ്യണം, അതിനുശേഷം എന്ത് ചെയ്യണം? വീട് വെക്കാനായിട്ടുള്ള പ്ലാൻ വരയ്ക്കണം, അതിനുശേഷം അതോറിറ്റീസിനുള്ള അപ്രൂവൽ എടുക്കണം. ഇങ്ങനെ പല കടമ്പകൾ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വീട് എന്നുള്ള സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഈ ചെറിയ ചുവടുവെപ്പുകളാണ് നമ്മളെ ജീവിതത്തിൽ വിജയിക്കാൻ. അതായത് ഓരോ സ്റ്റെപ്പുകൾ എഴുതി വെക്കുന്ന സമയത്ത് ഒരു ഗോൾ ബുക്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് ഓരോ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ചെറിയ ചുവടുവെപ്പുകൾ എഴുതി വെക്കുമ്പോൾ ആ ഓരോ ചുവട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങളതിനെ ടിക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു 10 സ്റ്റെപ്പ് എടുത്തിട്ടാണ് നിങ്ങളുടെ ഒരു ഗോൾ അച്ചീവ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അതിൽ 1-2 ചെറിയ ചുവടുവെപ്പുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഊർജ്ജം നിങ്ങളെ മുന്നോട്ടുള്ള ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് നയിക്കാനുള്ള അതിശക്തമായിട്ടുള്ളൊരു പവറായിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്. ഗോൾസ് സെറ്റ് ചെയ്താൽ മാത്രം പോരാ, ഓരോ ദിവസവും ഞാൻ ആ ഗോൾ സെറ്റിംഗ്സ് എഴുതി കഴിഞ്ഞിട്ട് സ്റ്റെപ്പുകൾ എഴുതി വെക്കുന്ന സമയത്ത് രാവിലെ എണീറ്റിട്ട് മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ കഴിയുമ്പോൾ ചോദിക്കണം, വാട്ട് ഐ ഡിഡ് ഫോർ ടു അച്ചീവ് മൈ ഗോൾസ് ഫോർ ടുഡേ. ഇന്ന് ഞാൻ എൻ്റെ അച്ചീവ്മെൻറ്റിലേക്ക് ഞാൻ എന്താണ് ഞാൻ ചെയ്തത്, എൻ്റെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാനായിട്ട് ഇന്ന് ഞാൻ എന്ത് സ്റ്റെപ്പാണ് അതിന് വേണ്ടി എടുത്തത്. നമ്മളോട് തന്നെ ചോദിക്കണം. പല പ്രാവശ്യം നമ്മളിത് ചെയ്യുമ്പോൾ, നിരന്തരമായ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യും. എങ്ങനെയാണ്? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ ഗോൾസ്. അതിനെ നമ്മുടെ സെറിബ്രത്തിലേക്ക് സെൻസറി ഇൻഫർമേഷൻസ് ആയിട്ട് പാസ് ചെയ്യും. അപ്പോൾ അങ്ങനെ പാസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ നമ്മളെ പുഷ് ചെയ്യും വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഫിസിക്കലി ആൻഡ് ഒരു മെൻ്റലി ഉള്ള ഒരു എഫേർട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കും. ഇതൊന്നും മാജിക്കോ മന്ത്രമൊന്നും അല്ല. ചില ആൾക്കാർ പറയാറുണ്ട് മന്ത്രമാണ്, ഇത് മന്ത്രവും മാജിക്കോ ഒന്നും അല്ല. നമ്മൾ കൃത്യമായിട്ടുള്ള എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നേടാനായിട്ട് വേറെ എന്താ ഒരു മാർഗം? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? നമ്മൾ ജോലി ചെയ്താൽ എത്ര നാൾ ജോലി ചെയ്യും? അല്ലെങ്കിൽ ജോലി ചെയ്ത് ഇങ്ങനെ പോകും അല്ലേ? നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും എക്സ്പെൻസും റിക്വയർമെൻറ്റ്സും ഒക്കെ കൂടി വരിക. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ലാതെ, കൃത്യമായൊരു ഗോൾ സെറ്റ് ചെയ്യാതെ എങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടും? ഗോൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് വേണം, കോൺസെൻട്രേഷൻ വേണം, ക്ലാരിറ്റി വേണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, നമുക്ക് ജസ്റ്റ് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. മനസ്സിനെ ആദ്യം നമ്മുടെ വരുതിയിൽ കൊണ്ടുവരണം. നമ്മുടെ പഞ്ചേന്ദ്രിയ നിയന്ത്രണം വേണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും എന്തൊക്കെയോ പറയുന്ന കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പോയി ചെയ്തിട്ട് മാനിഫെസ്റ്റേഷൻ വർക്കാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് നമ്മളുടെ മാത്രം പരാജയമായിരിക്കും. അത് കൃത്യമായി ചെയ്യുന്ന ആൾക്കാർ ജീവിതത്തിൽ വിജയം കൊണ്ടേയിരിക്കും. പിന്നെ നെഗറ്റീവ് പറയുന്നവർ അവരെന്ത് വേണേൽ പറയട്ടെ, മനസ്സിലാക്കേണ്ട കാര്യം നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തന്നെ ടീച്ചർമാരെ കുറിച്ച് മറ്റു പല കുട്ടികളും കുറ്റം പറയും അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഓഫീസ് കൊള്ളത്തില്ല, ഈ ഓഫീസിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് നെഗറ്റീവ് പറയാനായിട്ട് കുറേ ആൾക്കാരുണ്ട് അല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ട് അവർ അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അവർക്ക് അതിൽ കൂടെ പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലെങ്കിലും അവർക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം ഇങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിൽ. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പോസിറ്റിവിറ്റിയിലേക്കാണ്. നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാലേ നമുക്ക് ഈ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മളെ ചേർന്ന് നിൽക്കുന്ന മറ്റുള്ളവരിലേക്കും ഒക്കെ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇത് തന്നെയാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാക്റ്റാണ്. അത് നടക്കുന്ന കാര്യമാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. പക്ഷേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. തെങ്ങ് കയറാൻ അറിയാവുന്ന ഒരുത്തിനോട് ചോദിക്കുമ്പം ആദ്യം അവൻ മനസ്സിലാക്കണം ഞാൻ തെങ്ങ് കണ്ടിട്ടുണ്ടോ എന്നാണ്. അല്ലാതെ ഒരു മരമല്ലേ ഞാൻ കയറാമെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത് ഇത് എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ തെങ്ങ് എന്താണെന്നും മരം എന്താണെന്ന് അറിയാത്ത ഒരുത്തിനോട് പോയി തെങ്ങ് കയറാമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ സമ്മതിക്കും തെങ്ങ് കയറാമെന്ന്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി സെൽഫ് കോൺഫിഡൻസോടെ ചെയ്യാൻ പോകുന്ന പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലൂടെ സ്വപ്ന സാക്ഷാത്കാരം മാനിഫെസ്റ്റേഷൻ വർക്കാകും.
അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ക്ലാസ്സുകളും അറിവുകളും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് മിഥുൻ സ്കിൽസ് ഫെയറിലൂടെ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുവാനോ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാനോ ഒക്കെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക്. അതുവഴി നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു ക്ലാസ്സുകൾ എടുക്കുന്നെങ്കിൽ അതിന് വലിയ രീതിയിൽ ചാർജുകളൊന്നും ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വന്തം ബുദ്ധി മറ്റുള്ളവർ കൊണ്ട് പണയം വെക്കാതെ കാര്യങ്ങളെ സ്വയം മനസ്സിലാക്കി വിലയിരുത്തി ജീവിതത്തിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സർവശക്തനായ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കും എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലിങ്ക് വഴി റിക്വസ്റ്റ് അയക്കുക. ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ. അടുത്തൊരു പുതിയ കണ്ടന്റുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ, till then signing off, Mithun Skills Fair.